രാജ്യത്ത് മോദി യുഗം അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അസ്തമിക്കാൻ പോകുന്നു എന്ന മോദിയുടെ ശിങ്കിടികൾ തന്നെ തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് BJP എത്ര വലിയ പ്രതിസന്ധിയിലായാലും, BJP എത്ര വലിയ വർഗീയ ധ്രുവീകരണം നടത്തിയാലും അതിനൊക്കെയും BJPയെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളാണ് ഗോഡി മീഡിയ. ആ ഗോഡി മീഡിയ ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും BJPയുടെയും പക്കൽ നിന്ന് ഒരു കൂറുമാറ്റം നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണുന്നത്. ആദ്യം സീ ന്യൂസിന്റെ കാര്യമെടുക്കാം. സീ ന്യൂസിൽ സമീപകാലത്തായി കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ തന്നെയാണ് ഗോഡി മീഡിയ എന്നറിയപ്പെടുന്ന സീ ന്യൂസ് മോദി പക്ഷത്തിൽ നിന്ന് കൂറുമാറുന്നു എന്ന് പറയാനുള്ള കാരണം. സീ ന്യൂസിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ തലവനാണ് സുഭാഷ് ചന്ദ്ര. ഈ സീ ന്യൂസിനെയും BJPയെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയുണ്ട്. അതായത് സീ ന്യൂസിന്റെ CEO ആയിട്ടുള്ള അഭയ് ഓജ. ഈ അഭയ് ഓജയെ സീ ന്യൂസിന്റെ മേധാവിയായിട്ടുള്ള സുഭാഷ് ചന്ദ്ര ചാനലിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. കൂടാതെ ഈ സീ ന്യൂസിൽ 24 മണിക്കൂറും മോദി സ്തുതിയും BJP സ്തുതിയും പറയുന്ന 2 അവതാരകരുണ്ട്. അതൊന്ന് സുഭാഷ് ഭണ്ഡാരയാണ്, രണ്ടാമത് ദീപക് ചൗരസ്യാണ്. രണ്ടുപേരെയും നിങ്ങൾ ദേശീയ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതായിരിക്കും. ഈ 2 പേരെയും സീ ന്യൂസ് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കൂടാതെ ഈ സീ ന്യൂസ് നേരത്തെ മോദിയുടെയും അമിത്ഷായുടെയും യോഗി ആദിത്യനാഥിൻ്റെയും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളൊക്കെ ലൈവായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലായിരുന്നു. ആ ചാനൽ ഇപ്പോൾ പുതിയൊരു നിലപാടെടുത്തിരിക്കുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും യോഗിയുടെയും എന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ലൈവായി ഇനി സംപ്രേക്ഷണം ചെയ്യരുത് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സീ ന്യൂസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒന്നാം മോദി സർക്കാരിന്റെ കാലം മുതൽക്ക് തന്നെ മോദി സർക്കാരിനെയും BJP സർക്കാരിനെയും വലിയ രീതിയിൽ സ്തുതിച്ചിരുന്ന സീ ന്യൂസ് ഇപ്പോൾ BJP നിലപാടിൽ നിന്ന് മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. ഇനി മറ്റ് ഗോഡി മീഡിയകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആജ് തക്ക്, അതുപോലെ തന്നെ ABP ന്യൂസ്, ഈ 2 മാധ്യമങ്ങളും നേരത്തെ യാതൊരു തരത്തിലുള്ള ഫാക്ട് ചെക്കുകളും നടത്താത്തൊരു ചാനലാണ്. അതായത് നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് കള്ളമാണ്, അതിന് പിന്നിൽ മറ്റൊരു സത്യമുണ്ട് എന്ന് പറയാത്ത മാധ്യമമായിരുന്നു ആജ് തക്ക് ഇന്നലെ വരെ. എന്നാൽ ആ ആജ് തക്ക് ഇപ്പോൾ ഫാക്ട് ചെക്ക് നടത്തിയിരിക്കുകയാണ്. അതായത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ ഓരോ കള്ളങ്ങളും ആജ് തക്ക് പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സുധീർ ചൗധരി എന്ന് പറയുന്ന ഗോഡി മീഡിയയുടെ തലവനായിട്ടുള്ള ഒരാളുണ്ട്. അതായത് അന്നൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത കൊടുത്തതാണ്, ഇംഗ്ലണ്ടിൽ നടന്ന ഒരു സംഭവം അത് ഇന്ത്യയിലാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഒരു ധ്രുവീകരണം നടത്തിയ ആളാണ് ഈ സുധീർ ചൗധരി. ആ സുധീർ ചൗധരിയാണ് ഇപ്പോൾ ആജ് തക്കിൽ നരേന്ദ്രമോദിയുടെ പ്രസ്താവനകളെ തകർത്തെറിഞ്ഞുകൊണ്ട് അതിന് പിന്നിലെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ABPയുടെ കാര്യത്തിലെടുക്കുകയാണെങ്കിൽ ABP ന്യൂസ് നേരത്തെ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും യാതൊരു പ്രാധാന്യവും നൽകിയിരുന്നില്ല. അതേ ABP ന്യൂസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും വാർത്തകളും അവരുടെ നയങ്ങളും വലിയ പ്രാധാന്യത്തോടെ പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിനൊക്കെ ഒരു കാരണമായി പറയുന്നത്, അല്ലെങ്കിൽ ഈ ഗോഡി മീഡിയ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മോദി പക്ഷത്തിൽ നിന്ന് എതിർപക്ഷത്തേക്ക് ചാടാൻ അല്ലെങ്കിൽ മോദി പക്ഷത്തിൽ നിന്ന് കൂറുമാറാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഈ ന്യൂസ് ചാനലുകൾക്ക് ലഭിച്ചു എന്നും മോദി യുഗം ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിച്ചു എന്നും അടുത്തത് വരാനിരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ് എന്നും ഈ ചാനൽ ഉടമകൾക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഇപ്പോൾ അവർ BJP പക്ഷത്ത് നിന്ന് കൂറുമാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.